ഒരാളെ വായിൽ നിന്നൊരു മിസ്റ്റേക്ക് വീണാൽ അദ്ദേഹത്തെ അതിന്റെ പേരിൽ അധിക്ഷേപിക്കുന്ന ശരിയല്ല. ഇവറ്റകളെ കൊണ്ട് തോറ്റു എന്തു പറഞ്ഞാലും കൂട്ടിനെ കണ്ണീരൊഴിക്കും. പ്രായമുള്ള ആളാണ് അദ്ദേഹം, മുതിർന്ന ആളാണ്. ഒന്ന് ഷോക്കായി ഷോക്കോ ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. അദ്ദേഹം അത് പറഞ്ഞു. അത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നത് വ്യാഖ്യാനിക്കാൻ ഞാനാളല്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ പാടില്ല. വിട്ടേക്ക്. അതൊക്കെ അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പറ്റില്ല. നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. ജില്ലാ സെക്രട്ടറിക്ക് ഒന്നും സംഭവിക്കുന്നില്ല, അദ്ദേഹത്തിനൊന്നും സംഭവിക്കുന്നില്ല. ജില്ലാ സെക്രട്ടറി അല്ലാതെ ആവത്തില്ല. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ അദ്ദേഹത്തെ ഇഷ്ടപ്പെടും, മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്നവർ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടും. ആരാധകരെ കണ്ട മമ്മൂക്കയുടെ ഒരു സ്വഭാവം ഇങ്ങനെയൊക്കെയാണ്. നമ്മളൊക്കെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ആളെ. ഞാനാണ് ഈ ഏരിയയിലെ സാറിന്റെ സ്ഥിരം വേട്ടമൃഗം. അതുകൊണ്ട് അതൊന്നും എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. നന്നായാ മതിയായിരുന്നു. ബുദ്ധിയുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കണില്ല. ഇതൊക്കെ പുള്ളി മുഖത്ത് നോക്കി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. സോറി, ഞാനത് അറിഞ്ഞില്ല. അതത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നത് പുള്ളി ദുഷ്ടലക്ഷ്യത്തോടെ പറയുന്നതല്ല. എനിക്ക് വേറെ ചില കാര്യങ്ങളോട് പറയാനുണ്ട്. അങ്ങനൊക്കെ പറയും, പക്ഷെ അങ്ങോട്ട് പേടിപ്പിച്ച പേടി. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. പാവോ, നമ്മൾ വിചാരിക്കുന്ന ആളല്ല. ഇങ്ങോട്ട് വരട്ടേക്ക് ചെയ്യുമെങ്കിലും അങ്ങോട്ട് ആരെങ്കിലും ഒന്ന് വരട്ടെ പുള്ളി പേടിച്ചു. അപ്പൊ അങ്ങനെ ഒരു ദുഷ്ടനൊന്നും അല്ല, പാവം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ അങ്ങ് നമ്മൾ നിസ്സാരമായിട്ട് പോകുന്നത്. അതൊന്നും വലിയ പ്രശ്നമാണ്. അരിയും മുങ്ങി മണ്ണെണ്ണയും മുങ്ങി മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. ആ വിഷയം സംസാരിക്കുന്ന ചർച്ച ചെയ്യുന്നത് അത് വിട്ടേക്ക്. ഒരു വലിയ ഇടനാണ് എല്ലാവരും പുള്ളി അങ്ങനെയൊക്കെ വരട്ടും.